പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് മായൻസ് ചീര. മെക്സിക്കൻ ചീര, ചായ മൻസ എന്ന പേരിലെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട്. മധ്യ അമേരിക്കയാണ് ഇതിൻ്റെ ജന്മദേശം. മധ്യ അമേരിക്കയിലെ മായൻ വർഗ്ഗക്കാർ അവരുടെ വീടുകളിൽ കൃഷി ചെയ്തിരുന്ന ഒരു ഔഷധ ചീരയാണിത്. മരുന്നുകൾ ഉണ്ടാക്കാനാണ് അവർ ഇത് ഉപയോഗിച്ചിരുന്നത്. വളരെ കാലമായി നമ്മുടെ നാട്ടിൽ ഇത് കണ്ടുവരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റു ചീരകളേക്കാൾ 3 ഇരട്ടി പോഷക ഗുണം ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ചീരകളുടെ രാജാവെന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. കമ്പ് മുറിച്ചു നട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത്. രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് ഇത് വളരെയധികം സഹായകമാണ്. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങളുള്ളവർ ഈ ചീര ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ചു നിർത്താനുള്ള കഴിവ് ഈ ചീരയ്ക്കുണ്ട്. ഈ ചീര ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവയെ നമുക്ക് പാടെ അകറ്റി നിർത്താം. കൂടാതെ കാൽസ്യം, മാഗ്നീഷ്യം, അയൺ എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളർച്ചക്കുറവുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. കാൽസ്യം കൂടുതലായുള്ളതുകൊണ്ട് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് കാൽസ്യം കൂടുതൽ ലഭിക്കുവാൻ ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയേറെ നല്ലതാണ്. വാത സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും എല്ലുകൾ കട്ടി കുറഞ്ഞവർക്കും ഇത് ദിവസേന കൊടുക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ എ അടങ്ങിയതുകൊണ്ട് ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. എങ്കിലും ഈ ചീര പാചകം ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചായ മൻസ ഇല നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കറ ഒഴുകി വരുന്നത് കാണാം. ഹൈഡ്രോസയാനിക് ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 20 മിനിറ്റ് നേരം ഇത് തിളപ്പിച്ച വെള്ളത്തിലിട്ട് നന്നായി വേവിച്ചതിനു ശേഷമേ നമുക്ക് കറി വെക്കുകയോ തോരനുണ്ടാക്കുകയോ ചെയ്യാവൂ. അലൂമിനിയം പാത്രത്തിൽ ഒരിക്കലും ഇത് പാകം ചെയ്യരുത്. സ്റ്റീൽ പാത്രത്തിലോ മൺപാത്രത്തിലോ നമുക്കിത് പാചകം ചെയ്യാം. ചായ മൻസ ഇലയിട്ട് ചായ ഉണ്ടാക്കി കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കുറഞ്ഞു നിൽക്കുന്നത് കാണാം. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നന്നായി തിളപ്പിച്ച് അതിൽ ചായ മൻസയുടെ 4-5 ഇല ഇട്ട് അരിഞ്ഞിട്ട് തിളപ്പിച്ച് അതിനുശേഷം കുറച്ച് തേനും ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുത്താൽ ചായ മൻസ ചായ റെഡിയായി. ഇത് ദിവസം നമുക്ക് 1-2 ഗ്ലാസ് കുടിക്കാവുന്നതാണ്. ഇത്രയേറെ ഔഷധ ഗുണമുള്ള ഈ ചീര നമ്മൾ ഓരോരുത്തരും വീടുകളിൽ വെച്ചു പിടിപ്പിച്ച് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒട്ടുമിക്ക രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.